പത്തനംതിട്ട പന്തളത്തിനടുത്ത് കുളനട ജംഗ്ഷന് സമീപം ടൂറിസ്റ്റ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത് ടെലിഫോണിലുണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പറയൂ ശ്രീജിത്ത്. ദീർഘദൂര ബസ് വയനാട് മാനന്തവാടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. എമറാൾഡ് എന്ന ബസ്സാണ്. അടൂർ ഭാഗത്തു നിന്നാണ് ഈ ലോറി വരുന്നത്. എന്തായാലും ഈ ലോറിയും ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. 45ഓളം പേർ ഈ ബസ്സിലുണ്ടായിരുന്നു. ബസ്സിലുള്ള ആളുകൾക്കൊക്കെ യാത്രക്കാർക്കൊക്കെ നിസ്സാരമായ പരിക്കാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ രണ്ട് ഡ്രൈവർമാർക്കും, ലോറി ഡ്രൈവറെയും അതുപോലെ തന്നെ ബസ് ഡ്രൈവറെയും ഇതുവരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉപകരണങ്ങൾ കൊണ്ട് മുൻഭാഗം പൊളിച്ചു മാറ്റാനുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും ബസ്സിന്റെയും അതുപോലെ തന്നെ ലോറിയുടെയും ഡ്രൈവർമാർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. രണ്ടും അമിത വേഗത്തിലായിരുന്നു. ലോറിയും അതുപോലെ തന്നെ ബസ്സും അമിത വേഗത്തിലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. എന്തായാലും പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഈ പ്രദേശത്ത് ഉണ്ട്. സ്ഥിരം അപകട മേഖല തന്നെയാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഒരുപക്ഷെ അപകട കാരണം. അത് പക്ഷേ ലോറിയുടേതാണോ ബസ്സിന്റേതാണോ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ രണ്ട് ലോറി ഡ്രൈവറെയും അതുപോലെ തന്നെ ബസ് ഡ്രൈവറെയും പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. ബസ്സിലുള്ള യാത്രക്കാർക്കൊന്നും പരിക്കില്ല. പക്ഷേ ഈ ലോറി ഡ്രൈവറുടെയും ബസ് ഡ്രൈവറുടെയും ആരോഗ്യത്തിൽ എന്തായിരിക്കും എന്നതിൽ ആശങ്കയുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.